ന്യൂ ജനറേഷനിടയിൽ ഏറ്റവും അധികം ഹിറ്റായ ഒരു പാട്ടാണ് ആവേശം സിനിമയിലെ ഇലുമിനാറ്റി. ഈ സിനിമയിലെ ഗാനങ്ങളുടെ വരികൾ അപകടം പിടിച്ചതാണെന്നും അത് ആഘോഷിക്കപ്പെടുന്നത് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമെന്നുള്ള ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ചയാകുന്നു. പാട്ട് നെഗറ്റീവ് സന്ദേശം നൽകുന്നുവെന്നാണ് ഈ പ്രസംഗം നടത്തിയ കണ്ണൂരിലെ CPI നേതാവായിട്ടുള്ള BK സുരേഷ് ബാബു പറയുന്നത്. വരികൾ പെറുക്കിയെടുത്ത് വിവരിച്ചതിന് പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. അതിലേക്ക് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടുതോന്യാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ലുമിനാറ്റി, ആഹാ ആർമാദം, മാതാപിതാക്കളെ മാപ്പ് പുതിയ കാലത്തിന്റെ ആവേശപ്പാട്ടുകളാണ്. അതിലെ വരികളൊക്കെ ഇങ്ങനെ ആഘോഷമാക്കണമെന്ന ചോദ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അത് നടത്തിയത് വേറെ ആരുമല്ല, പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയനായ ഒപ്പം CPI നേതാവായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായ VK സുരേഷ് ബാബുവാണ്. ഞാൻ ഈ പാട്ടുകളുടെ വരികളുടെ അർത്ഥത്തെ പറ്റി നന്നായി പഠിക്കുന്ന ഒരാളാണ്. അടുത്ത കാലത്ത് ട്രെൻഡാവുന്ന പാട്ടുകൾ, ആ ട്രെൻഡാവുന്ന പാട്ടുകൾ അതിൻ്റെ താളം ഗംഭീരമാണ്. പക്ഷെ ആ താളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആശയം പിന്തിരിപ്പനും ഭീകരവുമാണ്. വില്ലത്തരമാണ് ഹീറോയിസം എന്ന ഒരു ട്രെൻഡ് നമ്മുടെ പുതിയ കുട്ടികളിൽ പ്രചരിപ്പിക്കാൻ ഈ പാട്ട്, അതിലെ വാക്കുകൾ അവൻ്റെ സ്വഭാവമായി മാറുക. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഉണ്ടാക്കുന്ന, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച ദൈവമേ നിനക്ക് 10ൽ 10 മാർക്ക് എന്നാണ്. ചോദ്യം ചെയ്യുന്നവർ തൻ്റെ ഇടികൾ ഉണ്ടാവുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ എല്ലാ നന്മകളെയും നിഷേധിക്കുകയും എല്ലാ തിന്മകളെയും വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഈ പാട്ടിലെ. ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം എന്നാണ്. പിന്നെ തനിനിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്നിയാസം. അപ്പൊ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള പാട്ട് കേട്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ +1ഉം +2ലും തമ്മിൽ അടിയാണ്. മിക്ക സ്കൂളുകൾ, ചില സ്കൂൾ പൂട്ടിയിടുന്നു. ഈ അടിച്ച കുട്ടികളോട് ചോദിച്ചു എന്തിനാ അടിച്ചേ, അവർക്കറിയില്ല എന്തിനാ അടിച്ചതെന്ന്. തലമുറയായിട്ട് അടിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും അടിക്കുന്നു. അത് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന കുറേ പാട്ടുകളും സിനിമകളുമാണ് പ്രശ്നം. ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരർത്ഥം ഈ പാട്ടിനുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോയി നോക്കുമ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛനടക്കം ഈ പാട്ട് വെച്ച് തുള്ളുക. എന്താണ് ഈ പാട്ട് കൊടുക്കുന്ന സന്ദേശമെന്ന് അദ്ദേഹം പോലും മനസ്സിലാക്കിയിട്ടില്ല. ഈ വരികളൊക്കെ എടുത്ത് പറഞ്ഞതിന് ശേഷം പലരും പറയുന്നു ഈ വരികളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ഈ ബീറ്റ് ആസ്വദിച്ചാൽ പോരെ. അത് സിനിമാ സംഗീതത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. വരികൾ വേണം, ഇല്ലേ പിന്നെ ഗാനരചയിതാക്കൾ വേണ്ടല്ലോ. അപ്പോൾ ആ വരികൾക്ക് ഒരു സ്വാധീനമുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ധാരണ ചരടില്ലാതെ പറക്കുന്ന പട്ടമാകാനാണ്. എന്നാൽ ചരട് പോയാൽ പട്ടം തലകുത്തി വീഴുക ചെയ്യാമെന്ന് നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തണം. പല കമൻറ്റുകളായിട്ടൊക്കെ പറയുന്നത് ഇപ്പം ഇത് പുതിയ കാലത്ത് മാത്രമാണോ, നേരത്തെയും നമ്മുടെ മലയാള സിനിമയിലെ പല ഗാനങ്ങളും എത്ര മോശപ്പെട്ട പാട്ടുകളുണ്ട്, വരികളുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് പറയുന്ന ആളുകളും കമൻറ്റുകൾ കാണുന്നുണ്ട്. മലയാള സിനിമയിലെ പഴയ പാട്ടുകൾ രതിയുടെ മനോഹരമായ സുന്ദരമായ ആവിഷ്കാരങ്ങളാണ് അവർ. ഞാൻ കണ്ടു ആ കമൻറ്റുകളൊക്കെ. വയലാർ എഴുതിയിട്ടുണ്ട്, ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട്. അവരൊക്കെ എഴുതിയിരിക്കുന്നത് അത് കേട്ടിട്ട് ആരും ബലാത്സംഗം ചെയ്യാൻ പോയിട്ടില്ല. സിനിമകളിലൊക്കെ സിനിമാ സന്ദർഭത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾക്കനുസരിച്ചൊക്കെ പാട്ട് വരും, അതിലെ വരികൾ വരും. അതെ, ആ കഥാപാത്രം അങ്ങനെ ഇരിക്കാം. പക്ഷേ ഈ പാടിത്തുള്ളുന്ന കുട്ടികളൊന്നും ആ കഥാപാത്രം അല്ല ആവുന്നത്. ആ കഥാപാത്രം ഈ കുട്ടികളായി മാറുകയാണ്. അതിൻ്റെ സംഗീതം മനോഹരമാണ്, പക്ഷെ അതിലെ വരികൾക്ക് ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. അത് ആഘോഷിക്കപ്പെടുന്നതിൻ്റെ പ്രശ്നമാണ് താൻ പറഞ്ഞതെന്നാണ് VK സുരേഷ് ബാബു പറയുന്നത്.